നല്ലൊരു വാലന്റൈൻസ് ഡേ ആയിട്ട് നീ പറഞ്ഞ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു തന്നില്ലെന്ന് പറയണ്ട. ദേ അയ്യേ, നിന്നെയാണല്ലോ ഞാൻ ഈ പ്രേമിച്ചോണ്ട് നടക്കുന്നത്. അല്ല, നീ ഇന്നലെ രാത്രി മെസ്സേജ് അയച്ച കാര്യമില്ല ഞാൻ ഈ സാധിച്ചു തന്നേക്കണേ. ഓ, ഞാൻ എനിക്ക് ടെഡി ബിയർ ഗിഫ്റ്റ് വേണമെന്നല്ലേ പറഞ്ഞേ. നീ എനിക്ക് എന്നെ ഗിഫ്റ്റ് തന്നേ. അതല്ലേടി എഴുതി വെച്ചേക്കണ ടെഡി ബെയർ, TADYBER, ടെഡി ബെയർ. നീ എന്തിനാടാ മൊത്തം ഇംഗ്ലീഷ് പഠിക്കാൻ പോയത്? ഇതല്ലടാ ടെഡി ബിയർ. അപ്പൊ ടെഡി ബെയർ എന്ന് പറഞ്ഞ കള്ളി ഷാപ്പല്ലേ? ഷോ, ഇവനെ കൊണ്ട് ഇത്തവണത്തെ പരീക്ഷയെങ്കിലും പാസ്സായില്ലെങ്കിൽ എന്നെ ഓട്ടോറിക്ഷക്കാരന് കെട്ടിച്ചു കൊടുക്കുമെന്ന് അച്ഛൻ പറഞ്ഞേക്കുന്നേ. അപ്പൊ നീ പേടിക്കണ്ട, ഈ പ്രാവശ്യത്തെ പരീക്ഷ പാസ്സായില്ലെങ്കിലേ എന്റെ അപ്പൻ എനിക്ക് ഓട്ടോ വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞ. അപ്പൊ ഓട്ടോ എനിക്ക്, നീ എനിക്ക്. അപ്പൊ ഈ മരണം പോവില്ലേ? ആണോ? അതുകൊണ്ടല്ലേ ഞാൻ ഈ റെഡും ഇട്ട് പനിനീർ പുഷ്പത്തെ പോലെ നിക്കണതാ. ഞാൻ ഹോൾസെയിൽ ആയിട്ട് നിനക്ക് ബുക്കിടാണ് പൊന്നെ. മോളെ അമ്മിണി, ഇതെവിടെ പോയി കിടക്കണു? അമ്മിണിയേ, ഈശ്വര, ഇങ്ങനെ ഒരുത്തനെയാണല്ലോ എനിക്ക് കിട്ടിയത്. പോലെ ഒരു കാര്യം പറയാനുണ്ട്. ഹാപ്പി വാലന്റൈൻസ് ഡേ. നിന്റെ ഈ കണ്ണിലേക്ക് നോക്കിയിരുന്ന എനിക്ക് ഈ ലോകം മുഴുവൻ കാണാം. പോടാ അവിടുന്ന്, അങ്ങനെ നീ ഇപ്പൊ കാണണ്ട. കണ്ണ് തുറക്കൂടാറില്ലേ? പേടിക്കണ്ട മോളെ, അവനല്ലേ പറഞ്ഞത് നിന്റെ കണ്ണി നോക്കിയ ലോകം മുഴുവൻ കാണാന്ന്. മോളെ, നമ്മുടെ അമ്മണി പശുവിനെ 2 ദിവസമായിട്ട് കാണാനില്ല. അപ്പൊ നിന്റെ കണ്ണി നോക്കിയാല് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കാണാൻ പറ്റുമെന്ന് അച്ഛനൊന്നും നോക്കട്ടെ. നോക്കട്ടെ മോളെ, അച്ഛൻ നോക്കട്ടെ മോളെ. അയ്യോ അച്ഛ, അത് അച്ഛ, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ പ്രേമിക്കാൻ? അല്ല അച്ഛ, അവനെ കൊണ്ട്. മിണ്ടരുത് നീ, നിന്നോടല്ല ഇവനോടാ ചോദിച്ചത്. നിനക്ക് വേറെ ആരും കിട്ടിയില്ലേടാ? അല്ലച്ചാ, ഞാനെന്നാണ് അറിയുന്നത് അച്ഛനായത്. അല്ലച്ചാ, കല്യാണം കഴിക്കാൻ പോണ പെണ്ണിന്റെ അച്ഛനെ അച്ഛന്നല്ല അച്ഛാ വിളിക്കേണ്ട അച്ഛാ. എടാ കൊച്ചനെ, ഞാനും ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. ഈ ജാതി പ്രേമവും വളച്ചുകെട്ടും മണ്ണാങ്കട്ടിയും വേഷം കെട്ടും ഇതൊക്കെ ഒന്ന് നിർത്തിയേച്ചും നീ പോയിട്ടൊരു കരിയർ ഉണ്ടാക്കാൻ നോക്കണം. മനസ്സിലായോ? നല്ല ഒരു കരിയർ ഉണ്ടാക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മകളെ കെട്ടിച്ച് തരുന്ന കാര്യം ഞാൻ വേണമെങ്കിൽ ആലോചിക്കാം. ഓക്കെ അച്ഛാ. അല്ല സോറി, ഇവളുടെ അച്ഛാ. അവൻ്റെ ഒരു പൂ, നീ എന്നെ ഒരു ഭീമന്റെ വാക്കരുത്. ഇനി നീ എന്നെ കാണാൻ നിൽക്കോടി, വീട്ടിൽ പൊടി. മോട്ടേന്ന് വരുന്നില്ല, അവള് പ്രേമിക്കാൻ നടക്കണം. ഇനി ഈ വാലന്റൈൻസ് ഡേയുടെ കുതിരപ്പവൻ ഇത് നിനക്കിരിക്കട്ടെ. അപ്പൊ കാട്ടുപറമ്പം പോയിട്ട് നല്ലൊരു കരിയറൊക്കെ ഉണ്ടാക്കിയിട്ട് വാ. അപ്പൊ ആലോചിക്കാം. ചെല്ല്, ആ പോകൂ. ആ വെള്ളം 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 അതെ വെള്ളം വെള്ളം വെള്ളം. എടാ അല്ലയാ, പോയ കാര്യം എന്തായി? അവളുടെ തന്ത എന്നോട് നല്ലൊരു കരിയർ ഉണ്ടാക്കിയിട്ട് വന്നാന്ന് പറഞ്ഞു. അതെങ്ങനെയാടാ പെട്ടെന്നൊരു കരിയറൊക്കെ ഉണ്ടാകാൻ പറ്റുമോ? നീ എന്നെ കുറിച്ച് എന്നാടാ വിചാരിച്ച്? ഇങ്ങോട്ട് നോക്കടാ, പുത്തൻ കാരിയറാ. 8800 കൊടുത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ ഞാൻ ചെയ്യിച്ചു. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ.